സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ദ്വാദശ സ്കന്ധത്തിലെ 11ാമത്തെ അധ്യായമാണ് നാം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. അതിൽ ദേവിയുടെ മണിദ്വീപ വർണ്ണനകൾ, 11 കോട്ടകളുടെ വർണ്ണനകൾ, ഗോമേതക പ്രാകാരം വരെയുള്ള 11 കോട്ടകളുടെ വർണ്ണനകളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. അടുത്തതായിട്ടുള്ള 12ാമത്തെ കോട്ടയുടെ വർണ്ണത്തിനെയാണ് ഇവിടെ ഈ അധ്യായത്തിലെ 36ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പരാജയോ ന ചൈതാസാം കഥാജിൽ ക്വചിദസ്തി ഗോമേദകമയാദഗ്രേ സദ്വജ്രമണി നിർമ്മിത സർവത്ര ദേവീ നാമസങ്കീർത്തനം മഹാദേവ്യൈ നമഃ. 12ാമത്തെ കോട്ടയുടെ വർണ്ണനം ഇവിടെ പറഞ്ഞു. വജ്രപ്രസാദം എന്നാണ് ഈ കോട്ടയുടെ പേര്. വജ്രം കൊണ്ട്, ഡയമണ്ട് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഡയമണ്ട്, വജ്രം കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള കോട്ടയാണ് അത്. ഈ കോട്ട 10 യോജന ഉയരമുണ്ട്. ഇതിന് ആവശ്യമുള്ള സമയത്ത് മാത്രമേ ഇത് തുറക്കുകയുള്ളൂ. ദേവിയുടെ അനുഗ്രഹമനുസരിച്ച് മറ്റുള്ള സമയങ്ങളിലെല്ലാം ഇത് അടച്ച് ചങ്ങല കൊണ്ട് ഭദ്രമായി ബന്ധിച്ചിരിക്കും. ഇതിനു മുമ്പ് പറഞ്ഞ 11ാമത്തെ കോട്ടയായ ഗോമേതക പ്രാകാരത്തിനും വജ്രപ്രാകാരത്തിനും മധ്യയിലുള്ള കമനീയമായ സ്ഥലത്ത് പലജാതി മരങ്ങള്, ചെടികള്, ലതകള്, തടാകങ്ങള്, നദികള്, അഗ്രഹാരങ്ങള്, ഗൃഹങ്ങള്, മൃഗങ്ങള്, പക്ഷികള് എന്നുവേണ്ട ഒരു പരിഷ്കൃതമായിട്ടുള്ള ദേശത്ത് ആവശ്യമുള്ളവയെല്ലാം ഇവിടെ കാണാൻ കഴിയുന്ന പറയണത്. അവയെല്ലാം വജ്രമണി പോലെ തന്നെ ഇരിക്കും. ഇവിടുത്തെ താമസിക്കുന്നവര് ദേവിയുടെ പരിചാരികളാണ്. അവരോരോരുത്തർക്കും ലക്ഷം ദാസികൾ വീതമുണ്ട്. അവരിൽ ചിലർ കയ്യിൽ വിശറി ധരിച്ചിരിക്കണു, ചിലരെ കയ്യിൽ കോളാമ്പി എടുത്തുകൊണ്ട് നടക്കണു, ചിലര് താമ്പൂലത്താലം പിടിച്ചിരിക്കണു, ചിലര് കുട പിടിക്കുന്നവരുണ്ട്, ചിലര് വസ്ത്രം പിടിച്ചിരിക്കുന്നവരുണ്ട്. പുഷ്പങ്ങള്, പുഷ്പമാലകള്, മുഖക്കണ്ണാടി, കണ്ണെഴുതാനുള്ള മഷിക്കൂട്ടുകള്, ആഭരണപ്പെട്ടികള്, കാൽ തടവാൻ കാലും കൈയും എല്ലാം ഉഴിച്ചിലൊക്കെ ചെയ്തു കൊടുക്കാൻ വിദഗ്ധകളാണെന്നാണ് പറയുന്നത്. ആഭരണങ്ങൾ അണിയിക്കാനായിട്ട് ചിലവര്, വസ്ത്രം ഉടുപ്പിക്കാനായിട്ട് ചിലവര്, ആടാനും മറ്റും ആടുവാനും പാടുവാനുമൊക്കെ ചിലര്, എന്തിനും എപ്പോഴും തയ്യാറായ പരിചാരകകളാണ് ഇവിടെ അധിവസിക്കുന്നത് ദേവിയുടെ എന്ന് പറയുകയാണ്. ഇവരിൽ പ്രധാനികളായിട്ട് 8 പേരാണുള്ളത്. ദേവിയുടെ പ്രധാനമായിട്ടുള്ള 8 ദാസികള് ഇവിടെ പ്രധാനമായിട്ട് വസിക്കുന്നുണ്ട് എന്നും പറഞ്ഞു. ആ 8 പേരാണ് അനംഗരൂപ, അനംഗമദന, സുന്ദരിയായിട്ടുള്ള മദനാതുര, ഭുവനവേഗ, ഭുവനപാലിക, സർവശിശിര, നംഗവേദന, നംഗമേഖല. ഇതാണ് 8 പ്രധാനപ്പെട്ട ദേവിയുടെ ദാസിമാരുടെ പേരുകള്. ഈ ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയ വജ്രപ്രസാദം എന്ന് പറയുന്ന കോട്ടയ്ക്കുള്ളിൽ അവരും, പിന്നെ അവരെ സഹായിക്കാനായിട്ട് അനേകം മേൽപ്പറഞ്ഞതായിട്ടുള്ള ദാസിമാരും. കോടിമിന്നൽ പ്രഭ പോലെ ശോഭിക്കുന്ന ശരീരകാന്തിയോട് കൂടിയവരാണ് ഇവരെല്ലാം. ഉഡ്യാണം, പാദസരം ഒക്കെ ധരിച്ച് വിദ്യുൽ പ്രകാശം പോലെ അങ്ങുമിങ്ങും ഇവർ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അവരുടെ കാര്യനിർവഹണത്തിൽ അത്യന്ത സമർത്ഥകളാണ് ഈ ദാസിമാരെല്ലാവരും എന്ന് ഈ
വജ്ര പ്രാകാരത്തിന്റെ വിശേഷങ്ങളെ അവിടെ പറഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് 13ാമത്തെ കോട്ടയെയാണ് വിവരിക്കുന്നത്. ഇതേ അധ്യായത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 53ാമത്തെ ശ്ലോകത്തിലാണ് 13ാമത്തെ കോട്ടയെപ്പറ്റി പറയുന്നത്. വജ്രശാലാദഗ്രഭാഗേ ശാലോ വൈഢൂര്യ നിർമ്മിത ദശയോജന തുംഗോസൗ ഗോപുരദ്വാരഭൂഷിത സർവത്ര ദേവീ നാമ സങ്കീർത്തനം മഹാദേവ്യൈ നമഃ. 13ാമത്തെ കോട്ട ദേവിയുടെ വൈഡൂര്യ പ്രാകാരമാണ്. വൈഡൂര്യം, കാറ്റ്സ് ഐ എന്ന് പറയും ഇംഗ്ലീഷിൽ. വജ്രപ്രാകാരത്തിന് ശേഷം വൈഡൂര്യപ്രാകാരം, വൈഡൂര്യം കൊണ്ട് നിർമ്മിച്ച ഈ കോട്ട, ഇതിന്റെ ഉയരവും 10 യോജനയാണ്. 4 ഗോപുരങ്ങൾ ഇതിനുമുണ്ട്. ഇതിന്റെ മധ്യഭാഗത്തുള്ള സ്ഥലം വൈഡൂര്യ നിർമ്മിതമായതാണ്. അവിടെയുള്ള ഗൃഹങ്ങള്, രഥവീഥികള്, കുളം, കിണർ, തടാകം തുടങ്ങിയ ജലാശയങ്ങള്, മരങ്ങള്, മാടങ്ങള്, ഈ പ്രാകാരത്തില്, വൈഡൂര്യ പ്രാകാരത്തില് ദേവിയുടെ നാനാവിധ വാഹനങ്ങളെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. ആന, കുതിര, പല്ലക്ക്, സിംഹവാഹനം, ഹംസവാഹനം, ഗരുഡവാഹനം, മയിൽവാഹനം, വൃഷഭവാഹനം, ഇവയാണ് ദേവികളുടെ വാഹനങ്ങളിലെ പ്രധാനമായിട്ടുള്ളത്. പിന്നെ മറ്റ് അനേകം തരത്തിലുള്ള തേരുകള്, വാഹനങ്ങള് ഒക്കെ അവിടെ ആയിരമായിട്ട് ഉണ്ട്. എല്ലാ വാഹനങ്ങൾക്കും അത്യുന്നതങ്ങളായ കൊടിക്കൂറകളുണ്ട്. കാറ്റടിക്കുമ്പോൾ കൊടിക്കൂറകള് പിടിച്ചിരിക്കുന്നതായിട്ടുള്ള മണികളെ കിലുങ്ങുന്ന കിലുകില ശബ്ദം ഇതിനകത്തെപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. ഈ പ്രാകാരത്തിന്റെ 8 ദിക്കുകളിലായി ദേവിയുടെ അഷ്ടമാതൃക്കള് വസിക്കുന്നുണ്ട്. ഇവരെല്ലാ ബ്രഹ്മാണ്ടങ്ങളിലുമുള്ള അഷ്ടമാതൃക്കളുടെയും സമഷ്ടി രൂപമാണ്. ദേവിയുടെ അഷ്ടമാതൃക്കള് ഈ വൈഡൂര്യ പ്രാകാരത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആരൊക്കെയാണ് ഈ അഷ്ടമാതൃക്കള് ദേവിയുടെ എന്നുണ്ടെങ്കിൽ ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ട, മഹാലക്ഷ്മി, ഇങ്ങനെ 8 പേരാണ് ഈ അഷ്ടമാതൃക്കള് എന്ന് പറയുന്നത്. ഈ മാതൃക്കള് ബ്രഹ്മ, മഹേശ്വരൻ മുതലായ ദേവന്മാർക്ക് തുല്യമായിരിക്കുന്ന ശക്തിയോട് കൂടിയുള്ളവരാണ്. ജഗത്തിന് ആകമാനം മംഗളത്തെ ചെയ്യുന്നവരായ ഈ അഷ്ടമാതൃക്കള് അവിടെ അവരവരുടെ സൈന്യങ്ങളോടുകൂടി വസിക്കുന്നു എന്ന് ആ 13ാമത്തെ പ്രാകാരമായിട്ടുള്ള വൈഡൂര്യ പ്രാകാരത്തിനെ കുറിച്ച് അവിടെ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് പറയുന്നത് 14ാമത്തെ പ്രാകാരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്ന് സമയം കഴിഞ്ഞിരിക്കെ ഇവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.